Hello my dear students, all of you welcome. Today we are discussing the taxation treatment of rent received in arrears or unrealized rent realized. You know what is unrealized rent? Unrealized rent എന്ന് വെച്ചാൽ എന്താണ്? The rent which cannot be realized by the owner of the building, owner of the property. ഇപ്പോൾ നിങ്ങളൊരു ബിൽഡിംഗ് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റെൻറ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുക? അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയാം. അൺറിയലൈസ്ഡ് റെൻറ്റ് യു ക്യാൻ ഡിഡക്റ്റ് ഫ്രം യുവർ ഗ്രോസ് ആനുവൽ വാല്യൂ ഇഫ് കണ്ടീഷൻസ് ഓഫ് റൂൾ 4 സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെനൻറ്റ് നമുക്ക് റെൻറ്റ് തരുന്നില്ല എങ്കിൽ അതാണ് എന്ത്? അൺറിയലൈസ്ഡ് റെൻറ്റ്. അത് നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ അകത്തുനിന്ന് ഡിഡക്റ്റ് ചെയ്യാം. കണ്ടീഷൻസ് ഓഫ് റൂൾ 4 യു ഹാവ് ടു സാറ്റിസ്ഫൈ. എന്തൊക്കെയായിരുന്നു കണ്ടീഷൻസ് ഓഫ് റൂൾ 4? The tenancy should be bona fide and you have to take all the legal proceedings for getting the property vacated, and you have to take all the legal proceedings for collecting the unrealized rent, and the tenant should not be in occupation of any other property of the assessee. അപ്പോൾ കണ്ടീഷൻസ് ഓഫ് റൂൾ 4 സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ അൺറിയലൈസ്ഡ് റെൻ്റ് അവിടെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അത്രയും കുറച്ചിട്ടായിരിക്കും കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇൻ ഫ്യൂച്ചർ, if that unrealized rent is realized, if that is collected by the assessee, by the owner of the property, what is the taxation treatment? അതാണ് ഇന്നത്തെ ഡിസ്കഷൻ. Okay, so we can move to that. The amount of rent received in arrears or the amount of unrealized rent realized subsequently by the assessee shall be charged to income tax in the financial year in which such rent is received or realized. For example, നിങ്ങളൊരു പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയിൽ 2015 12,000 റുപ്പീസ് റെൻറ്റ് നമ്മളുടെ ടെനൻറ്റ് നമുക്ക് തന്നില്ല, കളക്ട് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് കിട്ടിയില്ല. ആ 12,000 റുപ്പീസ് ദറ്റ് ഈസ് റിസീവ്ഡ് ഇൻ അവർ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2019-20 ആ 12,000 അയാൾ തിരിച്ചു തന്നു ടെനൻറ്റ്. അങ്ങനെയാണെങ്കിൽ ആ 12,000 റുപ്പീസിനെ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ദാറ്റ് ഈസ് റിസീവ്ഡ് ഇൻ അവർ പ്രീവിയസ് ഇയർ, ദാറ്റ് ഈസ് ടാക്സബിൾ ഇൻ അവർ പ്രീവിയസ് ഇയർ. ദാറ്റ് 12,000 റുപ്പീസ് ഈസ് ടാക്സബിൾ ഇൻ ദിസ് പ്രീവിയസ് ഇയർ, റൈറ്റ്? അപ്പോൾ ആ 12,000 നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഓണറല്ല എന്ന് വിചാരിക്കുക. ആ ബിൽഡിങ് നമ്മളതിൻ്റെ മുന്നേ സെല്ല് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രീവിയസ് ഇയറിൽ നമ്മളതിൻ്റെ ഓണറൊന്നുമല്ല, പക്ഷേ പഴയ റെൻറ്റ് ടെനൻറ്റ് തന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ പോലും, ഈവൻ ഇഫ് ദ അസസി ഈസ് നോട്ട് ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി അറ്റ് ദാറ്റ് ടൈം, ഇറ്റ് വിൽ ബി ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി അസസി ആസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ആ 12,000 കളക്ട് ചെയ്യാൻ നിങ്ങൾ ചിലപ്പോൾ വേറെയും കുറേ എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ലീഗൽ പ്രൊസീഡിങ്സിനൊക്കെ നിങ്ങൾ കോർട്ടിലൊക്കെ സർട്ടൻ എക്സ്പെൻസസ് നിങ്ങൾക്ക് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻസസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. യു ആർ നോട്ട് അലൗഡ് ടു ഡിഡക്റ്റ് സച്ച് എക്സ്പെൻസസ്. ബട്ട് വൺ തിങ് ഈസ് എലിജിബിൾ. എന്താണത്? 30% ഓഫ് ദാറ്റ് എമൗണ്ട് യു ക്യാൻ ഡിഡക്റ്റ് ആസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. 30% of that amount the assessee can deduct as standard deduction while computing the income from house property. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അൺറിയലൈസ്ഡ് റെൻറ്റ് ഇൻ ഫ്യൂച്ചർ if that is realized, it will be taxable as income from house property. Even if you are not the owner of the property, that is taxable, and you are allowed to deduct 30% of that amount as standard deduction, right? So that's about the theory portion. Okay, you just go through the slides. Everything we discussed now is clear to you. No such expenses, no other expenses you are eligible to deduct, but 30% of that amount you are eligible to deduct from the amount so realized, right? Okay, this is the question. Mr. A let out
A house to Mr. B on 1/4/2012 at the rate of rupees 3,000 per month for 5 years. After the expiry of 5 years, Mr. B refused to vacate the house. Hence, Mr. A filed a suit to get the house vacated and incurred expenses of rupees 1,000 in this connection. Later on, Mr. A agreed to renew the tenancy for 5 years with effect from 1/4/2017 if B pays him a rent of rupees 4,000 per month. B agreed to it and paid arrears of rent from 1/4/2017 to 31/3/2019 on 1st June 2019. Okay. Mr. A paid the following amount during the previous year. House tax rupees 6,000, insurance premium 800, ground rent rupees 500, and you are required to find out the income from house property for the assessment year 2021. ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. എന്തൊക്കെയാണുള്ളത്? മിസ്റ്റർ എ ലെറ്റ് ഔട്ട് എ ഹൗസ് ടു മിസ്റ്റർ ബി. എന്നാൽ ലെറ്റ് ഔട്ട് ചെയ്തത് 1st April 2012 at the rate of 3,000 per month. That is for 5 years. അപ്പോൾ 5 years എന്ന് പറയുമ്പോൾ 13, 14, 15, 16, 17. 31st March 2017 വരെയാണ് അത് എന്ത് ചെയ്തത്? 3,000 rupeesന് ലെറ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ ആ 5 years കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ബി റിഫ്യൂസ്ഡ് ടു വെക്കേറ്റ് ദ പ്രോപ്പർട്ടി. മിസ്റ്റർ എ കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർ ദാറ്റ് ഹി ഇൻകേർഡ് ആൻ എക്സ്പെൻസ് ഓഫ് rupees 1,000. ഓക്കെ, അത് കഴിഞ്ഞ് 1st April 2017 മുതൽ 4,000 പെർ മന്ത് ആക്കുകയാണെങ്കിൽ മിസ്റ്റർ ബിക്ക് ആ പ്രോപ്പർട്ടി വീണ്ടും ഓക്യുപ്പൈ ചെയ്യാം. അതാണ് കണ്ടീഷൻ. മിസ്റ്റർ ബി അഗ്രീഡ് ടു ഇറ്റ്. അപ്പോൾ 1/4/2017 തൊട്ട് 31st March 2019 വരെയുള്ള അരിയേഴ്സ് ഓഫ് റെൻറ്റ്. അരിയേഴ്സ് ഓഫ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3,000 ആയിരുന്നു മിസ്റ്റർ ബി കൊടുത്തുകൊണ്ടിരുന്നത്. 5 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 31st March 2017 ആകുമ്പോൾ 5 വർഷം തീർന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ബി അത് വെക്കേറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ മിസ്റ്റർ എ കേസൊക്കെ ഫയൽ ചെയ്ത് പിന്നെ അവർ തമ്മിൽ തന്നെ അഗ്രി ചെയ്തത് 4,000 പെർ മന്ത് റെൻറ്റ് മിസ്റ്റർ ബി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും, ബിൽഡിങ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മിസ്റ്റർ ബി അഗ്രി ചെയ്തു. എന്നിട്ട് 1st April 2017 തൊട്ടിട്ട് അരിയേഴ്സ് ഓഫ് റെൻറ്റ് എന്നാ കൊടുത്തത്? നമ്മുടെ പ്രീവിയസ് ഇയറിലാണ് കൊടുത്തത്, 1st June 2019. നമ്മുടെ പ്രീവിയസ് ഇയർ എന്നാണ്? 1st April 2019 to 31st March 2020. നമ്മളുടെ പ്രീവിയസ് ഇയറിൻ്റെ പീരീഡിലാണ് അരിയേഴ്സ് ഓഫ് റെൻറ്റ് കളക്ട് ചെയ്തത്. അപ്പോൾ എത്ര ഉണ്ടാകും അരിയേഴ്സ് ഓഫ് റെൻറ്റ്? 1st April 2017 തൊട്ട് 31st March 2019 വരെയുള്ള പീരീഡിൻ്റെയാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ 24 months ആണ് ആകെ ഉള്ളത്. 24 monthsൻ്റെ അരിയേഴ്സ് ഓഫ് റെൻ്റ് ആണ് കളക്ട് ചെയ്തത്. 3,000 ഓൾറെഡി മിസ്റ്റർ ബി ഈസ് പേയിങ് ടു മിസ്റ്റർ എ. പിന്നെ അരിയർ ആയിട്ട് കൊടുക്കാൻ എത്ര ഉണ്ടാകുള്ളൂ? 4,000 ആക്കുമ്പോൾ 1,000 പെർ മന്ത് അല്ലേ? അപ്പോൾ 1,000 രൂപയും കൂടെ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി? 4,000 പെർ മന്ത് കൊടുത്ത പോലെ തന്നെയായി. അപ്പോൾ 1,000 rupees ഫോർ ദ 2 years, 1/4/2017 തൊട്ട് 31st March 2019 വരെയുള്ളത് 24 months, 2 years കറക്റ്റ്. ആ 24 monthsന് 1,000 പെർ മന്തും കൂടെ കൊടുത്താൽ എന്തായി? അവർ തമ്മിലുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ആയി. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അരിയേഴ്സ് ഓഫ് റെൻറ്റ് എന്ന് പറയുന്നത് 24,000 ടോട്ടൽ എമൗണ്ട്, 1,000 into 24 months. അപ്പോൾ അരിയേഴ്സ് ഓഫ് റെൻറ്റ് ഈസ് ക്ലിയർ നോ? ഓക്കെ. ഇനി നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? We have to compute the income from house property for the assessment year 2021. അപ്പോൾ നമുക്ക് ഈ വർഷം 4,000 പെർ മന്ത് എന്ത് കിട്ടുന്നുണ്ട്? റെൻറ്റ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ കിട്ടിയതാണ് 24,000 അരിയേഴ്സ് ഓഫ് റെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസൈഡ് ദി എക്സ്പെക്റ്റഡ് റെൻറ്റ്. എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുനിസിപ്പൽ വാല്യൂ or fair rental value, whichever is greater. That information is not available in the question. Only actual rent is there. For expected rent and actual rent to be compared, expected rent is nil, 0.
ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4000 പെർ മന്ത് ഈസ് റിസീവ്ഡ് ഫോർ ഫുൾ ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ ഫുള്ളായിട്ട് 1/4/2019 to 31st March 2020 വരെയുള്ള 12 months ഇൻറ്റു 4000. അതാണെന്ത്? ആക്ച്വൽ റെൻറ്റ് 48,000. 48,000 ഈസ് ദ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ്. എക്സ്പെക്റ്റഡ് റെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇല്ല. സോ ആക്ച്വൽ റെൻറ്റ് ഈസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ഡിഡക്റ്റ് ചെയ്യും? ഒന്ന് മുനിസിപ്പൽ ടാക്സസ്, പിന്നെ ഈ വർഷം അൺറിയലൈസ്ഡ് റെൻ്റൊന്നും ഇല്ല, ഫുൾ എമൗണ്ട് 4,000 തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പൽ ടാക്സസ് എത്രയാണ് അടച്ചത്? മുനിസിപ്പൽ ടാക്സ്, ഹൗസ് ടാക്സ് 6,000 rupees. We assume that is paid by the owner of the property during the previous year. So that 6,000 you can deduct from your gross annual value. So that you will get annual value rupees 42,000. അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ. We are moving to the solution. Okay, ആക്ച്വൽ റെൻറ്റ് ഈസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ. എന്താ റീസൺ? എക്സ്പെക്റ്റഡ് റെൻറ്റ് ഇല്ല, അപ്പോൾ കമ്പയർ ചെയ്യാനൊന്നുമില്ല, വേറൊന്നുമില്ല. ഇനി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇഫ് ദാറ്റ് ഈസ് ടേക്കൺ ആസ് നിൽ, ആക്ച്വൽ റെൻറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി എക്സ്പെക്റ്റഡ് റെൻറ്റ്. സോ ദാറ്റ് ഈസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഫ്രം വിച്ച് യു ഡിഡക്ട് ദി മുനിസിപ്പൽ ടാക്സസ്. യുവർ ആനുവൽ വാല്യൂ ഈസ് 42,000. ഓക്കെ, ആനുവൽ വാല്യൂവിൻ്റെ അകത്തുനിന്ന് പിന്നെ നമ്മൾ ഡിഡക്ട് ചെയ്യുന്ന എന്താണ്? 30% ഓഫ് ആനുവൽ വാല്യൂ യു ക്യാൻ ഡിഡക്ട് ആൻഡ് ഇൻട്രസ്റ്റ് taken for the construction or for the repair of the property, that also you can deduct. അവിടെ അതൊന്നുമില്ല, ആകെ നമുക്ക് എന്തുമാത്രം ഡിഡക്റ്റ് ചെയ്യാനുള്ളൂ? 30% ഓഫ് ആനുവൽ വാല്യൂ. 30% ഡിഡക്റ്റ് ചെയ്താൽ 29,400 ഈസ് ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇഫ് യു ആർ നോട്ട് കൺസിഡറിങ് ദി റിയലൈസേഷൻ ഓഫ് അൺറിയലൈസ്ഡ് റെൻറ്റ്. അപ്പോൾ അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിസീവ്ഡ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 24 monthsൻ്റെ ഒരുമിച്ച് 1,000 rupees കിട്ടിയ 24,000 ആണ്. പിന്നെ ലീഗൽ എക്സ്പെൻസസിന് 1,000 rupees ഇൻകർ ചെയ്തു എന്ന് പറഞ്ഞാൽ ദാറ്റ് യു ആർ നോട്ട് അലൗഡ് ടു ഡിഡക്റ്റ്, ബട്ട് യു ആർ എലിജിബിൾ ഫോർ എ ഡിഡക്ഷൻ ഓഫ് 30% ഓഫ് ദാറ്റ് എമൗണ്ട് റിയലൈസ്ഡ്. അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിസീവ്ഡ്, കിട്ടിയ അരിയേഴ്സ് ഓഫ് റെൻറ്റിൻ്റെ 30% നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 30% of arrears of rent if you are deducting, that is amounting to rupees 7,200. The balance amount is 16,800. So the total income from house property for this assessment year 2021 is rupees 46,200. എങ്ങനെ അത് അറൈവ് ചെയ്തത്? 29,400 plus 16,800. Okay. So that's all about the taxation treatment of rent received in arrears or unrealized rent realized. So what are the things you have to remember? The first thing is that is taxable. Arrears of rent received or unrealized rent realized is taxable in the hands of the assessee in the year in which it is received. Even if he is not the owner of that property, it will be taxable, and from that amount realized you are eligible to deduct 30%. അത്രയേ ഉള്ളൂ ഓർത്ത് വെക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു ട്രീറ്റ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരിക? നമ്മളുടെ ആനുവൽ വാല്യൂവിനേക്കാൾ കൂടുതൽ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 വന്നാൽ ഇൻസ്റ്റെഡ് ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ദർ വിൽ ബി എ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, ഇഫ് ദ അഗ്രിഗേറ്റ് പെർമിസിബിൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 exceeds the annual value of the property, there will be a loss from that property. But loss from house property you can set off income from any other house property of the same year. If that is not there, you can set off that loss from house property from any other head of income in the same year. The balance unabsorbed loss of house property you can carry forward and set off from income from house property only. എന്താ പറഞ്ഞത്? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 പ്രോപ്പർട്ടി ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ട് എങ്കിൽ, ഒന്നിൻ്റെ അകത്ത് ലോസ് ആണെങ്കിൽ നമ്മളുടെ പ്രീവിയസ് ഇയറിൽ വേറെയും ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സെറ്റ് ഇറ്റ് ഓഫ് ഫ്രം അതർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് ദി സെയിം ഇയർ.
എന്നിട്ടും ലോസ് സെറ്റ് ഓഫ് ചെയ്ത് തീർന്നില്ല, ഇനിയും ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. എനി അതർ ഹെഡ് ഓഫ് ഇൻകം ഓഫ് ദ സെയിം ഇയർ. അത് കഴിഞ്ഞിട്ടും നമ്മളുടെ ലോസ് കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യാം, ദാറ്റ് ലോസ് ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ്. ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ എത്ര വർഷത്തേക്ക് പറ്റും? 8 അസസ്മെൻറ്റ് ഇയേഴ്സ്. ഏത് ഇൻകത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും? ദാറ്റ് ഈസ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺലി. ഓക്കെ. ഓക്കെ, സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ആവുമ്പോൾ if there is a loss on account of interest on loan up to a maximum of 30,000 or 2 lakhs in relation to self-occupied house or houses, such loss also നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം എത്രയാണ്? 30,000 അല്ലെങ്കിൽ 2 lakhs. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡേറ്റ് ഓഫ് ബോറോവൽ അല്ലേ. അപ്പോൾ അത് നമുക്ക് ആദ്യം നമുക്ക് വേറെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, ഇല്ല എങ്കിൽ വേറെ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം, സെയിം ഇയർ അതേ വർഷം. എന്നിട്ടും സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞില്ല എങ്കിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രം സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ. The restriction regarding set off of loss under the head income from house property against any other head of income. This provision was added to the Income Tax Act with effect from the assessment year 18-19. 2018-19 assessment year onwards വന്ന പുതിയ ഒരു പ്രൊവിഷനാണ് സെറ്റ് ഓഫ് ഓഫ് ലോസ് അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എഗെയിൻസ്റ്റ് എനി അതർ ഹെഡ് ഓഫ് ഇൻകം ഷാൽ ബി റെസ്ട്രിക്റ്റഡ് ടു 2 lakh rupees ഫോർ എനി അസസ്മെൻറ്റ് ഇയർ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഫോർ എക്സാമ്പിൾ 3 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, അതിലൊരു ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ലോസ് ആണ്. ലോസ് അമൗണ്ട്സ് ടു rupees 3 lakhs. 3 lakhs ആണ് നിങ്ങളുടെ ഇനി ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ബാക്കി 2 ഹൗസ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ അകത്ത് 10,000 ഉണ്ട്, മറ്റേ പ്രോപ്പർട്ടീൻ്റെ അകത്ത് ഒരു 20,000 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 3 പ്രോപ്പർട്ടിയിൽ ഒന്നിൻ്റെ അകത്ത് ലോസ് 3 lakhs, വേറൊന്നിൻ്റെ അകത്ത് 10,000 ഇൻകം, വേറൊന്നിൻ്റെ അകത്ത് 20,000 ഇൻകം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ദീസ് 3 lakhs ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് അതർ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം 30,000 ഉണ്ട്, ആ 30,000 നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. എന്നിട്ടും നിങ്ങളുടെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണുള്ളത്? 2,70,000 ഉണ്ട്. That 2,70,000 you can set off against any other head of income in the same year. അല്ലേ? അപ്പോൾ നേരത്തെ അതിന് എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 2,70,000 കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ അസസ്മെൻറ്റ് ഇയർ 18-19 ഓൺവേർഡ്സ് ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 2 lakh rupees. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് എത്ര സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? 2 lakhs സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ 70,000 ലോസ് ഉണ്ട്, ദാറ്റ് യു ക്യാൻ ക്യാരി ഫോർവേഡ് and set off against income from house property only for 8 assessment years. ബാക്കി 70,000 നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രം സെറ്റ് ഓഫ് ചെയ്യും. 8 അസസ്മെൻറ്റ് ഇയേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. അതർ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ റെസ്ട്രിക്ഷനാണ് 2 lakhs, മാക്സിമം ഓഫ് 2 lakhs, ദാറ്റ് ഈസ് വിത്ത് ഇഫക്റ്റ് ഫ്രം ദി അസസ്മെൻറ്റ് ഇയർ 18-19. So that's all about the treatment of loss from house property or the set off of loss from house property. So that's all about today's discussion. So that we can wind up, we had 2 topics for today. First one പറയുന്നത് എന്തായിരുന്നു? ടാക്സേഷൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് അൺറിയലൈസ്ഡ് റെൻറ്റ്, റിയലൈസ്ഡ് അല്ലെങ്കിൽ അരിയേഴ്സ് ഓഫ് റെൻറ്റ്. രണ്ടാമത്തത് സെറ്റ് ഓഫ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇത്രയാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, ഇനഫ്.